ചോദ്യങ്ങളിലേക്ക് കടക്കുവാണ്. 3 ചോദ്യങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസും ടിനിയേട്ടനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്റെ കേസോ അങ്ങനെ ബന്ധപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ അല്ലേ? അതും ചിലപ്പോ ഉൾപ്പെടുത്തിന്ന് വരും. കേസാണെങ്കിലും ഞങ്ങളുടെ വക്കീലുണ്ട്, പഠിക്കണ്ട. വക്കീലത് ക്ലിയർ ഉറപ്പ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ബസർ റൗണ്ട് ആണ്. ഉത്തരം പറയുന്നതിന് മുൻപ് ആരാണോ ഉത്തരം പറയാനായിട്ട് റെഡി ആയിട്ടുള്ളത് അവർ ബസർ പ്രസ് ചെയ്യുന്നു, ഉത്തരം പറയുന്നു. നമ്മൾ ശരിയാണോ എന്ന് നോക്കുന്നു. വിൽ ഡിസൈഡ് ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. ആർക്കാണ് പോയിന്റ് കിട്ടുന്നില്ല എല്ലാം നാളപ്പോൾ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. റെഡി? ആദ്യത്തെ ചോദ്യം. ടിനിച്ചേട്ടൻ അഭിനയിച്ച ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ക്ലൂ ഫോട്ടോ നമ്മൾ വീഡിയോ വോളിൽ കാണിക്കും. ടിനിയേട്ടൻ ആദ്യമായി വില്ലനായി അഭിനയിച്ച സിനിമയാണിത്. സിനിമയുടെ പേര് പറയണം. ഓവർ ടു ദി വീഡിയോ വോൾ. ടീം മണവാളൻ ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. നമ്മുടെ ഷോയിൽ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം പറഞ്ഞിരിക്കുന്ന ടീം മണവാളനാണ്. ജോവി, ഉത്തരം പറയൂ. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ സോറി. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. സോ അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ടീം. ബ്യൂട്ടിഫുൾ. വെയിറ്റ്, നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ പ്ലീസ്. Beautiful, right answer. ടിനിയേട്ടന്റെ കരിയറിൽ തന്നെ വളരെയധികം അപ്രിസിയേഷൻ കിട്ടിയ ഒരു റോൾ ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഓ മൈ ഗോഡ് ഇതിങ്ങനെ ആയിരുന്നു എന്ന് വരെ ചിന്തിച്ചു. അതെ, ഞാൻ ആ സമയത്ത് ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ എന്നാണ് ഇവിടെ വന്നത്. അപ്പൊ VKP ആണ് അത് ഷൂട്ട് ചെയ്യുന്നത്. VKP എന്ന് പറഞ്ഞാൽ ടെക്നോളജി വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതെന്ന് പറഞ്ഞൊരു 6-7 ക്യാമറ വെച്ചേക്കാം. മറ്റേത് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വന്നത്. അപ്പൊ ക്യാമറ വെച്ചിട്ട് ഈ വെടിക്കെട്ടിന്റെ ഇടയിൽ മൈസൂർ ദീപാവലിയുടെ ഇടയിൽ പട്ടി വെട്ടതുപോലെ പോയി. അങ്ങനെ എടുത്തൊരു സീനിന്റെ ഒരു ഇതാണ്. ആ ഫോട്ടോ തന്നെയാണ് അതിന്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ. അങ്ങനെ ടീം പോഞ്ഞിക്കിരയ്ക്ക് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി വെൽ. അപ്പൊ നമുക്കിത് ബാക്കി 2 ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ചോദ്യം. വീഡിയോ വാളിൽ ടിനിച്ചേട്ടൻ സിനിമയിൽ പറഞ്ഞ പ്രശസ്തമായ ഒരു ഡയലോഗ് എഴുതി കാണിക്കും. ഇത് ഏത് സിനിമയിലെ ഡയലോഗ് ആണെന്ന് പറയണം. ഓക്കെ, ഓവർ ടു ദി വീഡിയോ വാൾ. യെസ്, ടീം മണവാളൻ ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. ജോമി, ആൻസർ. പ്രാഞ്ചിയേട്ടൻ എന്ന മൂവി. പ്രാഞ്ചിയേട്ടൻ. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. പ്രാഞ്ചിയേട്ടൻ and the same. ഉത്തരം ശരിയാണ്. ഓക്കെ, വെരി ഗുഡ്. ശരിക്കും ജോമിക്ക് വേണമെങ്കിൽ ലൈഫ് ഓഫ് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയായിരുന്നു. പ്രാഞ്ചിയേട്ടനും നല്ല രസമുള്ള ഒരു മൂവിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മള് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ എനിക്ക് എന്റെ റോൾ എന്താന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ മമ്മൂക്ക ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്കയുടെ ബെൻസ് കാറാണ് അതിന്റെ അകത്തുള്ളത്. ആ ബെൻസ് കാറിൽ മമ്മൂക്കനെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പോകുമ്പോ അതൊരു ഗിയറുള്ള ബെൻസ് കാറായിരുന്നു. അപ്പൊ ഹമ്പ് വരുമ്പോ പതുക്കെ എടുക്കണം. സെക്കൻഡ് അത് മമ്മൂക്ക എന്നെ സിനിമ എന്നുള്ള മറന്നിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. സെക്കൻഡ് ഇട്ടിട്ട് എടുക്കാൻ പോണത്. ഫസ്റ്റ് അല്ല ആദ്യം ഇട്ടിട്ട് ഇത് എടുക്കണം. ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതല്ല, അഭിനയിക്കാൻ വന്നാണ്. എന്നെ അതിൽ രക്ഷപ്പെടുത്ത്. അല്ലെങ്കിൽ ഞാൻ മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് കൂടെ പോകേണ്ടി വന്നേനെ. ടിനിയേട്ടൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഏത് റോളാണ് എന്നറിയാതെയാണ് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ പോയത്. അത് മമ്മൂട്ടി ചിത്രം, രഞ്ജിത്ത് സാറിന്റെ സിനിമ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ? അല്ല, അതില് ഞങ്ങൾ രണ്ടുപേരും ഒന്നും അറിയാണ്ട് വന്നു. ഒന്ന് ശശികലിംഗ, അതിപ്പോ ഇല്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അടുക്കള ഭാഗത്താണ് കൂടുന്നത്. കാരണം ഫ്രണ്ടിൽ ഈ രാജാക്കന്മാരൊക്കെ ഇരിക്കുമ്പോൾ അടുക്കള ഭാഗത്ത് വരിക്കും. നമ്മുടെ കാര്യം എന്താന്ന് പോലും അറിയില്ല. കാരണം അന്ന് അഭിനയിക്കേണ്ട സീൻ പോലും കാലത്താണ് വരുന്നത്. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ അക്കൗണ്ടന്റ് ഇരിപ്പുണ്ടാവും. അപ്പൊ അക്കൗണ്ടന്റിന്റെ അടുത്ത് പ്രിയാമണിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് ഫ്രൂട്ട്സിന് കാശ് മേടിക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ 1000 രൂപ എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ്. അപ്പൊ ശശികലിംഗ ചോദിച്ചു 1000 രൂപക്കൊക്കെ ആപ്പിള് തിന്നു കഴിഞ്ഞാൽ വയറ്റി പിടിക്കൂല്ലോ എന്ന് പറഞ്ഞു. അത് കാശ് കുറപ്പിച്ചിട്ടാ 500 രൂപ. അല്ല, ഈ കുറപ്പിച്ചതിനൊക്കെ ടിനിച്ചേട്ടൻ പിന്നീട് അനുഭവിച്ചിട്ടുണ്ട്. ടിനിച്ചേട്ടനെ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ഒരാൾ, അയാൾ ഇച്ചിരി വലിയ ഒരു പ്രൊഡ്യൂസറുടെ മകനാണ്. അയാളൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതില് ടിനിച്ചേട്ടനെ വിളിച്ചു. എന്താണ് ടിനി, നിങ്ങളെ കട്ടൻ കാപ്പി ചോദിച്ചു എന്ന് കേട്ടു. അത് തുടങ്ങണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അത് ബാല ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനോടൊപ്പം ഡയറക്റ്റും ചെയ്യുന്നു. അപ്പൊ ആ പടത്തില് ഒരു 8-9 വർഷമെങ്കിലേ ഹിറ്റ് ലിസ്റ്റ് എന്നാണ് പടത്തിന്റെ പേര്. അപ്പൊ എന്റെ അടുത്ത് ബാല വിളിച്ചിട്ട് പറഞ്ഞു, ടിനി ടോം നമ്മളെ ഫ്രണ്ട്സ് സെറ്റപ്പിലെ, അതായത് പൃഥ്വിരാജ്, അനൂപ് മേനോൻ, അതുപോലെ ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ എല്ലാവരും ചേർന്നിട്ട് ഒരു പടം ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ് എത്രയെന്ന് പറ, എൽദോ എന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൽദോ വിളിച്ചു. ചേട്ടാ എൽദോണ് എങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞു എത്ര ദിവസം ഉണ്ടാവും ഷൂട്ടിങ്? ഒരു 3-4 ദിവസം. അപ്പോൾ ഒരു 3-4 രൂപ കിട്ടൂലേ? ഇപ്പൊ പറയാ ചേട്ടാ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ 3-4 രൂപ ചോദിച്ചാ ഞാൻ ഇത്തിരി കമ്മിയാക്കി പറയാം. ഞാൻ ഉണ്ണി മുകുന്ദൻ, അതുപോലെ തന്നെ അനൂപ് മേനോൻ എല്ലാവരും ചേർന്ന്. ഇനി എനിക്ക് പേടിയായി, കാരണം കാശിന് കൂടുതൽ വെച്ചാൽ ആ ബെൽറ്റിൽ നിന്ന് ഞാൻ ഔട്ടാവോ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ബെൽറ്റ് അത് പറയാം വരാൻ പോകുന്നത്. ഞാന് ഉണ്ണി മുകുന്ദന്, പൃഥ്വിരാജ്, അനൂപ് മേനോന് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ എടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ സജീവമായി വരുന്നുള്ളൂ. അപ്പൊ പുതിയൊരു ബെൽറ്റിലേക്ക് എനിക്കൊരു സ്ഥാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് നേരെ പകുതിയാക്കി, ഒരു 2 രൂപ കിട്ടുമോ? വീണ്ടും എൽദോന്റെ അടുത്ത് പറഞ്ഞു 2 രൂപ എന്ന് പറഞ്ഞപ്പോ വീണ്ടും പുള്ളി നിങ്ങൾ 2 രൂപ ചോദിച്ചാ ഞാൻ പൃഥ്വിരാജ്, അനൂപ് മേനോൻ എല്ലാവരും ചേർന്നൊരു പടം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഓക്കെ എൽദോനെ വിളിക്കും, നിങ്ങൾ കറക്റ്റ് കമ്മിയാക്കി പറ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എൽദോ വിളിച്ചു. ഞാൻ പറഞ്ഞു 1 രൂപ പറഞ്ഞു. ചേട്ടാ ഞാനിപ്പോ ബാലനെ വിളിക്കാം. മിസ്റ്റർ ടിനി ടോം, ഞാൻ പൃഥ്വിരാജ്, അനൂപ് മേനോൻ എല്ലാം. അപ്പൊ ഇനി എനിക്ക് ടെൻഷനായി തുടങ്ങി, കാരണം മാത്രം എന്റെ ഒരു ലൈഫ് ഇല്ലാണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല ബാല, ഞാൻ വന്ന് ചെയ്തോളാം എന്നുള്ള രീതിയിൽ എന്താന്ന് വെച്ചാൽ തന്നാ മതി. തോന്നി. അങ്ങനെ അവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് വൈകുന്നേരം പോയപ്പോ എൽദോന്റെ അടുത്ത് കഴിഞ്ഞ് ട്രാവലിങ്ങിന്റെ, അത് ആലുവെന്ന് എറണാകുളം വരെ വരുന്നു, ഒരു 500 രൂപയ്ക്കാണ് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചപ്പോ വീണ്ടും ഇവൻ വന്നേക്കാണ്. ഞാൻ അനൂപ് മേനോൻ, നിങ്ങളെ കാശ് അപ്പൊ ചോദിച്ചാ ഞാൻ പറഞ്ഞു അത് ട്രാവലിംഗ് അല്ലേ എന്ന് ചോദിച്ചു. അത് ബാങ്കിലിട്ട് തരണോ നേരിട്ട് തരണോ? ഞാൻ പറഞ്ഞു ഉള്ളത് നേരിട്ട് തന്നാ മതി. അങ്ങനെ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആദ്യത്തെ സീനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോ ശശികലിംഗ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞപ്പോ തന്നെ വേറെ നെക്സ്റ്റ് കന്നഡ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കന്നഡേ? അപ്പൊ ശശികലിംഗ എടുത്ത് ചോദിച്ചു കന്നഡ എന്ന് പറയണത് അതെന്താന്ന് വെച്ചാൽ, അപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു എന്താണ്? ഇത് 5-6 ലാംഗ്വേജിൽ എടുക്കുന്നു, നീ കാശ് വല്ലതും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. അപ്പൊ നിന്റെ കാര്യം ഗോപി എന്ന് പറഞ്ഞു. പിന്നാകെ ഞാൻ മൂഡ് ഓഫ് ആയി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നഡ ഞാൻ ഫ്രീ ആയിട്ടല്ല ചെയ്യണത്. അങ്ങനെ ആദ്യത്തെ ഷോട്ട് എടുത്ത് അപ്പൊ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ആവണ്ട, സെയിം പാറ്റേൺ, സെയിം ലൈറ്റിംഗ് എല്ലാം റിഹേഴ്സൽ പണ്ണ മാതിരി കന്നഡ എന്ന് പറഞ്ഞപ്പോഴേക്ക് വേറൊരാൾ വന്നു, ഒരു കട്ടിമീശ കൊച്ചി. ഇതൊക്കെ എഷ്ട കണ്ടടാ ഹല്ല കണ്ടടി കണ്ടടാ. ഞാൻ പറഞ്ഞു ഞാൻ എഷ്ട കണ്ടടാ എന്റെ കട. പെർഫെക്റ്റ്, അത് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ശശികലിംഗ എന്തൊക്കെ പറയും അതിന്റെ ഇറക്ക് ശശികലിംഗയുടെ ഡയലോഗ് ഉണ്ട്. ശശികലിംഗ എന്തൊക്കെയോ പറയുന്നുണ്ട്, മലയാളം ആണെങ്കിലും കന്നഡ ആണെങ്കിലും മനസ്സിലാവില്ല. അപ്പൊ അയാൾ പറഞ്ഞു ഏടാ കണ്ടോ അല്ല പറ. അപ്പൊ ഞാൻ ഇഷ്ട കണ്ടടാ 1 minute ഇങ്ങ വാ പാക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി തെറ്റിപ്പോയെ നോക്കിയിട്ട് നിങ്ങളെ ഫേസ് കണ്ടിട്ട് കറക്റ്റ് കന്നഡ സ്റ്റാർ മാതിരി. അപ്പൊ ഒന്നും കൂടി കാശ് പോയതിന്റെ ഒക്കെ സന്തോഷം വീണ്ടും സന്തോഷം. അല്ല, അവിടെ മാത്രം ഒരു ചെറിയ തിരുത്തുണ്ട്. അതല്ല, ഇവിടെ ആ ഷോട്ട് കഴിഞ്ഞപ്പോ ടിനിച്ചേട്ടൻ എന്നാ ഇനി കാശ് ചോദിക്കാൻ ടിനി സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടപ്പോ കാശ് ചോദിക്കാന്ന് ഓർത്ത് പതുക്കെ അടുത്ത് ചെന്നിരുന്ന്. എന്നിട്ട് ഈ കാശ് ചോദിക്കുമ്പോണ്ട് അതേ എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞ് ടിനി മലയാളത്തിലെ അല്ല സ്റ്റാർ ആവാൻ പോണത്, ഇത് കണ്ടാൽ എനിക്കറിയാം ടിനി കന്നഡയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവും എന്ന് പറഞ്ഞു. എന്നിട്ട് ടിനിച്ചേട്ടൻ ഓർത്ത് കാശ് ചോദിച്ചിട്ട് കന്നഡ സ്റ്റാറിന്റെ സ്ഥാനം ഒഴിവാക്കണ്ടല്ലോ എന്നോർത്ത് പുള്ളി പിന്നെയും പോയി അവിടുന്ന്. അല്ല അങ്ങനെ അതിനുശേഷം ഇതൊക്കെ വളർത്തി വലുതാക്കി. അത് സുരാജൊക്കെ വേറെ കഥയാക്കി. സുരാജ് പറഞ്ഞു ഉച്ചക്ക് മീൻകറി ചോദിച്ചപ്പോ പുള്ളി വീണ്ടും വന്നു. എന്നിട്ട് നിങ്ങളെ മീൻകറി ചോദിച്ചാ ഞാൻ അനൂപ് മേനോൻ, പൃഥ്വിരാജ് അല്ലാതെ. അപ്പൊ അങ്ങനെ വളർത്തി പലരും റിയറിൽ ഇതിലാക്കി. പക്ഷെ എനിക്ക് നല്ല കാശ് വന്നു. കാരണം എന്താ പറയുക, ഞാൻ ചെല്ലൂല എന്ന് പറഞ്ഞു ഡബിങ്ങിന്. അവൻ എൻ്റെ അടുത്ത് വന്ന് സ്നേഹപൂർവ്വം ഇപ്പം നല്ല സുഹൃത്താണ്. പക്ഷെ ഇതൊരു തമാശയുടെ നേരം പോക്കായിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മീൻകറിയാണ് പറഞ്ഞത്. എന്നോട് ഈ കഥ പറഞ്ഞ ആള് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 4:30 ആയപ്പോ വിശന്നിട്ട് തലയിറങ്ങി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെമൺ ടീ ചോദിച്ചു ടിനിച്ചേട്ടൻ. ലെമൺ ടീ ചോദിച്ചപ്പോ തന്നെ വാട്സപ്പിൽ ഒരു ഓഡിയോ വന്നേക്ക്, എന്താണ് ലെമൺ ടീ ഒക്കെ ചോദിച്ചു എന്ന് കേട്ടു. ഞാന് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദന്, ടീം മണവാളനും ടീം പോഞ്ഞിക്കരയ്ക്കും ഓരോ പോയിന്റ്സ് വീതം, ദാറ്റ് ഈസ് 1-1 ഈച്ച് ലഭിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. രണ്ടുപേരും കട്ടയ്ക്കാണ്, 2 ടീംസും. മൂവിംഗ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. ടിനി ചേട്ടൻ അഭിനയിച്ച ഒരു സിനിമയുടെ പേരിന്റെ സൂചന വീഡിയോ വോളിൽ കാണിക്കും. അതിൽ ചില ആൽഫബറ്റ്സ് മിസ്സിംഗ് ആയിരിക്കും. വിട്ടുപോയ ആൽഫബറ്റ്സ് ചേർത്ത് സിനിമയുടെ പേര് നിങ്ങൾ പറയണം. ക്ലിയർ? ഓക്കെ, then over to the video wall. Okay, team മണവാളൻ ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. Very good. Yes, ജോമിക്കുട്ടി, can we have the answer? Spirit. Spirit. ഉത്തരം ശരിയാണോ നോക്കാം. Okay. Yes, Spirit. ഉത്തരം right. അപ്പോൾ 3 ചോദ്യങ്ങളിലും
2 ശരി ഉത്തരം നൽകി ടീം മണവാളിലാണ് സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ഈ വേദിയിൽ, അതായത് കോട്ടിടുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി വെൽ ഡൺ. ജോമി, ആരാണ് കോട്ടിടുവാൻ പോകുന്നത്? സോ ഇന്ന് മണവാളൻ ടീമിൽ നിന്നും കോട്ടിടാൻ എന്തേ ചേട്ടൻ്റെ ഒരു തുണ്ടുണ്ട്, ഒരു തുണ്ട്. എന്താ അത്? തൃശ്ശൂരിന്റെ ഹാസ്യ സാമ്പാർ. എന്താ സാമ്പാറോ? സാമ്പ്രാട്ട്. സാമ്രാട്ട് സാമ്രാട്ട്. എന്റെ പൊന്ന് സംഗീതം ഒന്ന് പോവാമോ? സോ അല്ല, വക്കീലാണ്, കോടതിയിൽ തന്നെ ഇങ്ങനെ വാദിക്കണ കാര്യം ഓർത്ത് നോക്കി. സോ നമ്മുടെ സംഗീതേട്ടനാണ് തൃശ്ശൂരിന്ന് ഗഡിയെ പൊളിച്ചത്. തൃശ്ശൂരിന്റെ ഹാസ്യ സാമ്രാട്ട് സംഗീതേട്ടൻ. നമുക്കെല്ലാവർക്കും ചില വീക്ക് പോയിന്റുകളും ചില ദുശീലങ്ങളും എല്ലാം ഉണ്ടാവും. അത് നമ്മളൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഗൂഗിളാണ്, അതൊന്ന്. പിന്നൊന്ന് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അതിലൊരുത്തൻ നമ്മളോട് വന്ന് പറയണ, എടാ ഇതിൽ നീ വീക്കാണ്, ഇതാണ് നിന്റെ വീക്ക് പോയിന്റ് എന്ന് നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ അവനോട് എന്താ പറയുക? ഇതൊന്നുമല്ല എൻ്റെ വീക്ക് പോയിന്റ്, എൻ്റെ വീക്ക് പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിക്കാതെ, ഇന്നേ വരെ ശ്രദ്ധിക്കാതെ ഒരു വീക്ക് പോയിന്റ് കൂടി നമ്മൾ അവന് പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മുടെ മറ്റൊരു വീക്ക് പോയിന്റ്. ഉദാഹരണത്തിന് എൻ്റെ ഒരു വീക്ക് പോയിന്റ് എടുക്കാമെന്ന് വെക്കാം, അല്ലെങ്കിൽ അത് വേണ്ട, അത് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ എന്നെ വിൽക്കും, അത് വേണ്ട. വെറുതെ സോക്സ് എടുത്ത് മൂക്ക് തുറക്കണ്ടല്ലോ. ഞാൻ വേറൊരുത്തൻ്റെ വീക്ക് പോയിന്റ് പറയാം, അതാകുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇവനെ നമുക്ക് സുന്ദരൻ എന്ന് വിളിക്കാം. അതിനൊരു കാരണമുണ്ട്, അവൻ ഈ പേര് പോലെ തന്നെ ഒരു സുന്ദരനാണ്. അതായത് എന്നേക്കാൾ സുന്ദരൻ. എന്നേക്കാൾ സുന്ദരൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അതാണ് സത്യം. പിന്നെ ഞാൻ ഇന്നെന്താ ഇങ്ങനെയെന്ന് ആലോചിക്കണ്ട, ഇന്ന് കുറച്ച് മേക്കപ്പ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്തായാലും. പക്ഷെ ഇവൻ പറയുന്നത് ഇവൻ സുന്ദരനേ അല്ല എന്നാണ്. അതിന് കാരണമുണ്ട്. അത് ഞങ്ങൾ സുന്ദരന്മാർ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് സുന്ദരനല്ല എന്നുള്ളത്. പക്ഷെ ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവൻ എങ്ങനെ പുട്ടിയിട്ട് പൗഡർ ഇട്ട് കോട്ടിട്ട് റോട്ടിൽ നിന്നാലും അതിലെ പോകുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇവനോട് ചോദിക്കത്രേ, ഇത് ബീവറയിലേക്കുള്ള വഴി തന്നെയല്ലേ എന്ന്. ഇനി ഇവന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇവന്റെ വീട്ടിൽ ഇവൻ കൂടാതെ വേറൊരു നായും ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ചയ്ക്ക് ഇവൻ ഇട്ടിരിക്കുന്ന പേര് മ്യാവ് എന്നാണ്, നായക്ക് ബൗ എന്നും. എന്നിട്ട് നമ്മൾ ഇവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ അവറ്റങ്ങളെ വിളിച്ചെടുത്തിട്ട് പറയും, ആ പേര് പറഞ്ഞറാ. അപ്പൊ പൂച്ച വന്നിട്ട് നായ വന്നിട്ട് എന്നിട്ട് ഇവൻ നമ്മളോട് പറയും, കേരളത്തില് ഇതുപോലെ സ്വന്തം പേര് പറയണ പൂച്ചോള് വേറെ എവിടെ ഉണ്ടാവില്ല, ഇത് രണ്ടുണ്ടാവുള്ളൂ. ഞാൻ ധോണി ബായി പോലെ കൂളായതുകൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് റോക്കി ബായി പോലെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലോ ഒരു ഷവർമ മേടിച്ചു കൊടുത്ത് ഇവന്റെ ശല്യം ഞാൻ പണ്ടേ തീർത്തേനെ. ഇതുപോലെ ഇവൻ ഇഷ്ടപ്പെട്ട മറ്റൊരു ചില കാര്യങ്ങളാണ്: 1 സിനിമ, 2 മദ്യപാനം. ഇതിൽ ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട്, വിടാ ഞാൻ KGF 2 4 പ്രാവശ്യം കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, 4 തവണ കാണാൻ ഇത്ര നല്ല കഥയാണോ KGF-ന്റെ? കഥ മനസ്സിലാവിച്ചിട്ടാണ് 4 തവണ കണ്ടത്. അപ്പം ഞാൻ 4ാമത്തെ തവണ കണ്ടപ്പോൾ നിനക്ക് എന്താണെന്ന് മനസ്സിലായത്? അത് ചോദിക്ക്. അതായത് KGF-ൽ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് തോക്കായിട്ട് റോക്കി ബായി. പിന്നെ സ്വർണം പോയ വിടുക, ഇതെടുത്തോണ്ട് പോയ ഒരു പോലീസ് സ്റ്റേഷൻ വെടി വെച്ച് ചതറിച്ച് റൊട്ടിയാക്കി. ഇതിന്നാണ് അതിന്റെ കഥാന്ന്. KGF-ന്റെ ഡയറക്ടർ പോലും ഇത്രയും സ്പീഡിൽ കഥ പറഞ്ഞ് തീർത്തിണ്ടാവില്ല. ഇതുപോലെ ഇവന്റെ മദ്യത്തിന്റെ ശീലം എടുത്തു വെച്ചാൽ സേവ് ദ വാട്ടർ, വെള്ളം വേണ്ട. പിന്നെ ബോറടിക്കുമ്പോൾ ഓരോ ബീറടിക്കും. പിന്നെ ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 3 എണ്ണം അടിച്ചു എന്ന് വെക്കുക, വൃത്തത്തിന്റെ മൂല വരെ നമുക്ക് അവൻ പറഞ്ഞു തരും. അതുപോലെ മദ്യപാനം എന്ന് കേട്ട് കഴിഞ്ഞാൽ സകലതും മറക്കും. എന്തിനു പറയുന്നു, ഈ എന്നെ വരെ പല സടങ്ങിലും ഇവൻ മറന്നു വെച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കള്ളിറങ്ങുമ്പോൾ ഞാൻ തനിയെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാറാ പതിവ്. ഇവൻ പറയുന്നത് കേരള ബീവറേജ് കോർപ്പറേഷൻ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാണ്. എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം അവൻ പറഞ്ഞു തന്നു. നമ്മൾ ഒരു ഹോട്ടലിൽ പോയി 170 രൂപയുടെ ഒരു ക്വാർട്ടർ അൽഫാം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മയോണൈസ്, സാലഡ്, പിന്നെ ഒരു ഗ്രീൻ ചട്നി, ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് തരുന്നത്. നേരെ മറിച്ച് അതേ വിലയ്ക്ക് 170 രൂപയ്ക്ക് ഒരു ക്വാർട്ടർ ബീഫ് റൈസ് എന്ന് വാങ്ങുമ്പോൾ തൊട്ട് നക്ക ഒരു അച്ചാറെങ്കിലും ഇവർ തരണ്ട. ഇതാണ് ഇവൻ്റെ വാദം. എനിക്ക് ബുള്ളറ്റ് ബൈക്ക് ഇത് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം ഇവൻ ഇത് മേടിച്ചു. അതെനിക്ക് ഇഷ്ടമായിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇവൻ എന്നെ ഒന്ന് താളിക്കാനായിട്ട് ഇവൻ എന്നെ വിളിച്ചു. ഞാൻ പുതിയ ബുള്ളറ്റ് വാങ്ങിയത് അറിഞ്ഞില്ലേ,
ഞാൻ ആ ബുള്ളറ്റിന്റെ മുകളിൽ കയറിയിട്ട് ബുള്ളറ്റ് ഓടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ റഷ്യയുടെ ഉള്ളിൽ തോക്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെടിയുണ്ടോള് പോലെ കണ്ണിലേക്ക് പ്രാണികൾ ഇങ്ങനെ അടിക്കണ്. ഇത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടാ? നീയാവുമ്പോ മഴയില് കുഴിയില് വഴികൾ കണ്ട പോലെ വളഞ്ഞ വഴികൾ ഉണ്ടാവല്ലോ, അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറയടാ. അപ്പൊ ഞാൻ പറഞ്ഞു വഴിയുണ്ട്, നീ ആ ബുള്ളറ്റ് വിറ്റിട്ട് നടന്നോ, അപ്പൊ കണ്ണിലേക്ക് പ്രാണികൾ അടിക്കില്ല. ഇനി നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ അയൽവാസികളോടോ നമ്മുടെ കസിനോ അങ്ങനെ ആരെങ്കിലോട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അവരെ കുറച്ച് കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് റിഫ്രഷ് ആവും. അത് മൈക്ക് വെച്ച് വിളിച്ച് പറയുകയാണെങ്കിൽ അതുക്കും മേലെ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇപ്പോൾ ഞാൻ മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞ ഈ രഹസ്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇത്ര നേരം എൻ്റെ കഥ കേട്ടിരുന്ന് നിങ്ങൾക്ക് എൻ്റെ ദുശീലങ്ങളും കുറ്റങ്ങളും ബിഗ് പോയിന്റുകളും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഗീതേട്ടാ കലക്കി. നമുക്ക് ജഡ്ജസിനോട് ഇന്ന് മുതൽ രമേശ് ഏട്ടനും നമ്മുടെ ചീഫ് ഗസ്റ്റും ജഡ്ജസ് കൂടിയായി മാറുവാണ്. രമേശ് ഏട്ടാ, സംഗീതേ നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. താങ്ക് യു സർ. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ സംഗീത ഈ ഒരു തമാശ പറയുമ്പോൾ തന്നെ അടുത്തത് ഓർക്കുന്നത് മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ചെറിയ അവസ്ഥ ഉണ്ടായിരുന്നു. അത് കുറച്ച് ടെൻസ്ഡ് ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്നിപ്പോ ആദ്യത്തെ എപ്പിസോഡ് ആദ്യത്തെ തന്നെ നറുക്ക് എനിക്ക് തന്നെ വീണല്ലോ എന്നുള്ളൊരു മുഖത്തുള്ളൊരു സങ്കടം അല്ലേ. നാലാമത്തെ എപ്പിസോഡ് ആയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ. ആദ്യത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ ആളായി പോയി. അതാണ് പിഷാരടിയുടെ ഒരു ഗുണം. ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും മുഖത്ത് ഭാവം കാണിക്കില്ല, ഒരേ ഭാവമായിരിക്കും ത്രൂ ഔട്ട് സ്റ്റാൻഡപ്പ്. അത് വരണ്ടേ മുഖത്ത്? അതുകൊണ്ടാണ് ഇവനൊക്കെ എക്സ്പ്രഷൻ വരുന്ന മുഖമല്ലേ, അതുകൊണ്ടാ. കാരണം അത് ഈ നമ്മള് പേടിച്ചൊന്നും തോന്നരുത്, ഒരിക്കലും തോന്നരുത്. അത് നല്ല ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ വീക്ക്നെസ് എന്താണോ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ വീക്ക്നെസ് മറയ്ക്കാനുള്ള പരിപാടികൾ കയ്യിലിട്ടെടുത്തോണം. അതിട്ടിട്ട് വേണം അത് ചെയ്യാൻ. അതെനിക്ക് ചെറുതായിട്ട് തോന്നി. അതെനിക്ക് സൽമാൻ ഖാന്റെ ഡാൻസ് ഷോ കാണണം. പുള്ളി കംപ്ലീറ്റ് തെറ്റിക്കും ഡാൻസ്. ഞാൻ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ, പക്ഷെ മുഖത്ത് കണ്ടിട്ടുണ്ടാ ഫുൾ തെറ്റൊക്കെ ആയിരിക്കും, എന്നാലും മുഖത്തുള്ള ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ഷഹറൂഖ് ഖാൻ എറണാകുളത്ത് ഒരു വലിയ കട ഉദ്ഘാടനത്തിന് വരികയാണ്. ഷഹറൂഖ് ഖാൻ ആരാന്നോ ഹിന്ദിപ്പടം ഏതാന്നോ ഒന്നും അറിയാത്തൊരു മണിച്ചേട്ടനുണ്ട് വീടിനടുത്ത്. എല്ലാ പിള്ളേരും ഇടയ്ക്ക് ഒരു ജീപ്പൊക്കെ വിളിച്ച് നമുക്ക് എവിടെ പോവാ, എറണാകുളത്തേക്ക് ഷഹറൂഖ് ഖാൻ പറഞ്ഞിട്ട് കാണാൻ പോവാ. ഷഹറൂഖ് ഖാൻ അപ്പൊ ഇയാളിത് എന്ത് സാധനമാണെന്ന് പോലും അറിയത്തില്ല. ഷഹറൂഖ് ഖാൻ പറഞ്ഞ എന്താന്നല്ലേ, എല്ലാവരും എറണാകുളത്ത് എന്തോ നടക്കണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി എല്ലാവരും എവിടെ പോകും. അപ്പൊ ഞാനും ഒക്കെ ചെറുതായിട്ട് അവിടുന്ന്, ഞാൻ പോകണില്ല പക്ഷെ കുറച്ചുപേര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. സണ്ണി ലിയോൺ വന്നപ്പോ ഓടിയല്ലേ നീ? ഷാറുഖ് ഖാൻ വന്നപ്പോ ഒരു മന്ദതയുണ്ട്. അയ്യോ അവിടെ ചെന്നിട്ട് നിങ്ങളുണ്ടായിരുന്നോണ്ട് ഫ്രണ്ട് ലൈനിൽ സ്ഥലം കിട്ടി, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി എന്താനെ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ നടക്കുമല്ലോ. അങ്ങനെ ഈ പുള്ളി മണിച്ചേട്ടൻ എല്ലാവരും തൃപ്പൂണിത്തുറയിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് എന്താണെന്നറിയാൻ വേണ്ടിട്ട് പുള്ളി പോയി. പുള്ളി ചെന്നപ്പോ അവിടെ ഒടുക്കത്തെ തിരക്കും ഞെക്കലും. തിരക്കിനിടയിൽ പുള്ളിയുടെ ഷർട്ടിന്റെ ബട്ടൺസും പൊട്ടി, ചെരുപ്പിന്റെ വള്ളിയും പൊട്ടി. ഈ വന്ന ആൾ ആരാന്ന് ഈ പുള്ളിക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പൊ ഞാൻ പുള്ളി തിരിച്ചു വരും, അവശനായിട്ട് ആകെ പ്രാഗി നേർന്ന് തിരിച്ചു വരുമ്പം ഞാൻ ചോദിച്ചു, ഷാറൂഖ് ഖാനെ കണ്ടോ? എങ്ങനുണ്ട്? ഒരു മനുഷ്യൻ. പുള്ളി ഓർത്ത് എന്തോ വരുന്നുണ്ട് അവിടെ, ഒരു മനുഷ്യൻ വന്നതിനെ ഇത്രയെന്നുള്ള പോലെ. സാധാരണ ഒരു മനുഷ്യൻ. അതുപോലെ വലിയ വലിയ പടങ്ങൾ, മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മുടെ സുഹൃത്തുണ്ട്, എന്റെ ആദ്യത്തെ പടത്തിന്റെ പ്രൊഡ്യൂസറൊക്കെയാണ്. അദ്ദേഹം ചില വലിയ വലിയ പടങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഒന്നുമില്ലെന്നൊക്കെ തോന്നിപ്പോവും. അപ്പൊ ചേട്ടാ ടൈറ്റാനിക് കണ്ടിട്ട് എങ്ങനെയുണ്ട്? കപ്പലും മുങ്ങണ്. KGF കാര്യം പറഞ്ഞ പോലെ അനാക്കോണ്ടയോ പാമ്പ് വരുന്നാടാ പടം. അതുപോലെ ഈ കൂട്ടുകാരുടെ കേസ് പറയുമ്പോഴേ നമ്മള് വീടിന്റെ അടുത്തൊരു കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കും, കണ്ടം കളി. അപ്പോൾ ഒരാൾ കാണാൻ വേണ്ടി വരുന്ന ഒരാളുണ്ടാവും, ആ വീടിന്റെ അടുത്ത് തന്നെ ആളായിരിക്കും. അപ്പൊ ഫോൺ എല്ലാവരും അയാളുടെ കൈ കൊടുക്കും, ഇത് പിടിച്ചോന്ന് പറഞ്ഞാൽ കളിക്കുന്ന മിക്കവരുടെയും ഫോൺ അയാളുടെ. അപ്പൊ ഇപ്പോഴും കോള് വരുമ്പോൾ ആരാ വിളിച്ചേ, അപ്പൊ പേര് നോക്കിയിട്ട് എടാ ഇന്ന ആളാ, എടുക്കണ്ട അല്ലെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയും. അപ്പോൾ ഫോൺ പിടിച്ചിട്ടിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഫോണ് അടിച്ചപ്പോ അതിൽ അച്ഛൻ 2 എന്ന് സേവ് ചെയ്തേക്കണം. അപ്പൊ ഫോണിന് സേവ് ചെയ്തേക്കണം അച്ഛൻ 2 എന്നത്. 2 സിം ഉണ്ട് അതിലെന്താണ്. അപ്പൊ കളിക്കണ്ട, ആരാ വിളിച്ചാ, നിന്റെ രണ്ടാമത്തെ അച്ഛൻ വിളിക്കുന്നുണ്ട്. സംഗീത, ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ലാങ് ആണ് ഈ തൃശ്ശൂർ സ്ലാങ് എന്ന് പറയുന്നത്. മലയാളത്തിന് തന്നെ പല സ്ലാങ് ഉണ്ട്. അത് കോമഡി പറയാൻ എളുപ്പമുള്ളൊരു ഇതാണ്. ആ ഒരു നിഷ്കളങ്കത നിങ്ങൾക്ക് ഉണ്ട്. അതിനോടൊപ്പം പ്രസന്റ് ചെയ്ത് നന്നായിട്ട് പ്രസന്റ് ചെയ്ത് ഇപ്പൊ ഈ ഭയം എന്നുള്ള ഇന്ത്യൻ റുപ്പി ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് തിലകഞ്ചേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ടിപ്പാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിൽക്കുന്ന ആരൊക്കെയെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് നിൽപ്പുണ്ട്, രഞ്ജിത്ത് സാർ നിൽപ്പുണ്ട്, എസ് കുമാർ, എല്ലാം നാഷണൽ അവാർഡ് വിന്നേഴ്സൊക്കെയാണ് നിൽക്കുന്നത്. എൻ്റെ അടുത്ത് തിലകഞ്ചേട്ടൻ എന്നെ വിളിച്ചു, ആടോ തൻ്റെ ഉള്ളിലൊരു ഭയം കിടപ്പുണ്ട്, അതങ്ങെടുത്ത് മാറ്റിയാൽ താൻ ഉഗ്രൻ ആക്ടറാവുന്നു. ഭയം നമുക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല, നമുക്ക് ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇനി മാർക്സ് അറിയാം.
രമേശേട്ടാ 50-ൽ 40. 40 out of 50. ദിനേട്ടാ 40 on 50. 40 out of 50. അതായത് നമുക്ക് മാർക്സ് വരുന്നത് 100-ലാണ്. 2 ജഡ്ജസും 50-ന് മാർക്ക് ഇടുന്നു, ടോട്ടൽ ചെയ്യുന്നു നമ്മൾ. ആൻഡ് സംഗീതത്തിന് ലഭിച്ചിരിക്കുന്നത് 80 out of 100 ആണ്. 100-ൽ 80 മാർക്ക്. ഡയാന വർക്കൗട്ട് ചെയ്യണ്ടല്ലേ? ചെയ്യാറുണ്ട്, സമയം പോലെയൊക്കെ, രാവിലെ വൈകിട്ടൊക്കെ. സമയം വെച്ചിട്ടൊക്കെയാണ് ഈഗോ വർക്കൗട്ട് ചെയ്യണത് അല്ലേ? ഈഗോ അല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി. അല്ല, പിഷാരടിയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, എനിക്ക് നിങ്ങളോട് ആരോട് ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടെ എന്തിന് ടോമിന് ഒരു ഈഗോ വർക്കൗട്ട് അയ്യോ. ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാരും കൂടി ചേർന്നിട്ടല്ലേ ഇതൊരു അല്ല, നമ്മള് എന്തിനാ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നത്? എനിക്ക് പുള്ളിയുടെ ഈഗോ ഉണ്ടോ? പുള്ളിക്ക് എന്നോട് ഈഗോ ഉണ്ടോ? എനിക്ക് ഡയാനയുടെ ഈഗോ ഉണ്ടോ? ഡയാനക്ക് എന്നോട് ഈഗോ ഉണ്ടോ? അല്ല, എന്നോട് ഈഗോ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അല്ല, കാര്യം എന്താ മനസ്സിലായില്ല. ഈ പരിപാടിയുടെ 1ാം സീസൺ ഹിറ്റായി, 2ാം സീസൺ ഹിറ്റായി. ഈ 3ാം സീസണും ഹിറ്റാവാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് ഹിറ്റ് ആക്കാൻ പറ്റും. അങ്ങനെയല്ലേ ഹിറ്റ് ആവുള്ളൂ. അല്ലാതെ ഇപ്പൊ 3ാം സീസൺ ഹിറ്റ് ആവും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പോ ഞാൻ ഷൈൻ ചെയ്യുന്നതിന്റെ ഈഗോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഷാരടി, ഈ ഈഗോയുടെ പ്രശ്നം എനിക്ക് ഇവിടെ ആദ്യമായിട്ട് കിട്ടണല്ല. ഇതിനു മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈശ്വര പ്രാർത്ഥന പാടിയിരുന്നു. നിങ്ങളാണ് പാടിയിരുന്നത്? ഞാനാ പാടിയിരുന്നത്. അപ്പൊ കൂടെയുള്ള കൂട്ടുകാർക്ക് ഈഗോ വന്ന് കാണും. കൂട്ടുകാർക്കല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇത് ഹെഡ് മാസ്റ്റർക്ക് ഈഗോ വർക്കൗട്ടായി ഞാൻ പറഞ്ഞു, പുള്ളിക്ക് പാടണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് തന്നെ പുറത്താക്കി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ കലോത്സവത്തിൽ ലളിതഗാനത്തിന് പങ്കെടുത്ത്. സമ്മാനം കിട്ടിയോ? ഇല്ല, അവിടെ ജഡ്ജസിന് ഈഗോ വർക്കൗട്ടായി, അവർക്ക് പ്രൈസ് തന്നില്ല. അതൊന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടില്ല, ഞാൻ പിന്നെ സിനിമയിലേക്ക് പാടാൻ ചെന്ന്. ദാസേട്ടൻ ഈഗോ വർക്കൗട്ട് ചെയ്തതാണോ അല്ലേ? എങ്ങനെ മനസ്സിലായി? അങ്ങനെ ഒരുപാട് ചവിട്ടിയരക്കലുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിജയത്തിൽ എത്തിയിരിക്കുന്നത്. എല്ലാം തികഞ്ഞു. വലിയ ആളാണ്, ഒരു ഡൗട്ടില്ലല്ലേ? ഒന്നുമില്ല, 100%. അല്ല ടിനിച്ചേട്ടാ, ഈ വലിയ ദാസേട്ടനോട് നമ്മൾ ചോദിച്ചാൽ പോലും അദ്ദേഹം പോലും ഞാൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുമെന്ന് പറയില്ല. ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സംഗീതമാകുന്ന കടലിന്റെ സൈഡിൽ നിൽക്കുന്ന കുട്ടികളാണെന്നൊക്കെയാണ് വലിയ വലിയ ആൾക്കാരുകൾ വരെ, ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ പറയുന്നത്. നിങ്ങൾ പക്ഷെ ഇപ്പൊ തന്നെ വന്നിട്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അവർക്കതൊക്കെ പറയാ, അവര് വലിയ വലിയ ആൾക്കാരാണ്, നാട്ടുകാർക്ക് മൊത്തം അറിയാല. ഇനി ഞാനിവിടെ വന്നിട്ട് ഞാനൊരു കുട്ടിയാണ്, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എന്റെ മുകളിൽ കയറി പൊങ്കാലിടാൻ, അതല്ലേ? നിങ്ങളുടെയൊക്കെ ഈഗോനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. 1ാം സീസൺ ഹിറ്റായി, 2ാം സീസൺ ഹിറ്റായി, 3ാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവൻ മാമന്റെ പാരഡി പാട്ടുകൾ മാത്രം. 1ാം സീസൺ ഹിറ്റായി, 2ാം സീസൺ ഹിറ്റായി, 3ാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവൻ മാമന്റെ പാരഡി പാട്ടുകൾ മാത്രം. ഫ്ലോറിൽ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോ ഏനെന്റെ ഫ്ലോറിൽ പാരഡി പാടും. ആങ്കറിങ് കൊണ്ടുള്ള ബോറടി കൂടുമ്പോ കേശവ മാമന്റെ കോമഡി കേറും. മാമന്റെ പ്രോഗ്രാം കയറുന്ന കണ്ടപ്പോ അന്നു പിഷാരടിക്കീഗോ, ടിനി ടോമിന് മുണ്ടതു ലേശം. ഓ 1ാം സീസൺ ഹിറ്റായി, 2ാം സീസൺ ഹിറ്റായി, 3ാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവ മാമന്റെ പാരഡി പാട്ടുകൾ മാത്രം. അങ്ങനെ ആദ്യത്തെ മത്സരം കഴിയുമ്പോൾ ടീം മണവാളയിൽ നിന്നും സംഗീത് റാം 80 പോയിന്റ്സ് നേടിയിരിക്കുന്നു. അടുത്ത ചാൻസ് പോകുന്നത് ടീം പോഞ്ഞിക്കരയ്ക്കാണ്. ആൻഡ് ശ്രുതി, ആരാ കോട്ടിടാൻ പോകുന്നത്? നമ്മുടെ ടീം പോഞ്ഞിക്കരയിൽ നിന്ന് കോട്ടിടാൻ വരുന്നത് കൊല്ലത്തിന്റെ സ്വന്തം മൊഞ്ചത്തി സജീന നിസാർ. സജീന നിസാർ ഓൺ ദി ഫ്ലോർ. ഞങ്ങളുടെ മിസ്സിസ് പോഞ്ഞിക്കര. മിസ്സിസ് പോഞ്ഞിക്കര. ആഹാ. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് സജീന നിസാർ. കല്യാണ പ്രായമായ എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കര സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ സീരിയലും സിനിമയും കാണുന്നവരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അങ്ങനത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിട്ട് എൻ്റെ വിവാഹവും കഴിഞ്ഞു.
സിനിമ കാണിക്കുന്ന മണിയറ, ബെഡ് നിറച്ച് മുല്ലപ്പൂക്കളും റോസാപ്പൂക്കളും വാരി വിതറിയിരിക്കും. സൈഡിലിരിക്കുന്ന ടേബിളിലോ നിറയെ ഫ്രൂട്ട്സ്, ഒരു ഗ്ലാസ് പാല്, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചന്ദനത്തിരി. ഹാ, ഈ ഒരു പിക്ചർ മനസ്സിൽ വിചാരിച്ച് ഞാൻ എൻ്റെ മണവറയിലോട്ട് ചെന്ന്. അവിടെ ഒരു പുതിയ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. സൈഡിലിരിക്കുന്ന ടേബിളിലാ ഒരു പൈൻ്റ് കുപ്പിയും 3-4 സിഗരറ്റ് കവറും. തുടക്കത്തിലേ പോയില്ലേ, കല്യാണം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ ഭാര്യ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴേ ഒരു കാര്യമില്ലെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അതിലൂടെ വരുന്ന ഭർത്താവ് പരിസരം മൊത്തം ഒന്ന് വീക്ഷിക്കും. എന്നിട്ട് മെല്ലെ പമ്മി വന്ന് ഭാര്യയുടെ പുറകിനൂടെ കൈയിട്ട് കെട്ടി അങ്ങ് പിടിക്കും. എന്നിട്ട് റൊമാൻസോടുകൂടി കവിളിലൊരു ഉമ്മ. ഇല്ലാത്ത ചുമ കൊക്കി ചുമച്ചുകൊണ്ട് ആ സമയം തന്നെ അങ്ങോട്ട് കയറി വരുന്ന അമ്മായിയമ്മ. ഈ സൗണ്ട് കേട്ട് 2 സൈഡിലേക്ക് മാറിപ്പോകുന്ന ഭാര്യയും ഭർത്താവും. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആ അടുക്കളയിലെ പട്ടിപ്പണി മൊത്തം അവിടെ നിന്ന് ചെയ്തു. എവിടാ, ആ പരിസരത്തോട്ട് പോലും എൻ്റെ ഭർത്താവ് വന്നില്ല. നോക്കിയപ്പോൾ കാണാൻ 2 വാഴക്കൂമ്പായിട്ട് വരുന്നു. ഇതൊന്നേ കുനുകുന അരിഞ്ഞ് തോരൻ വെക്കാൻ. ഞാൻ ആ വാഴക്കൂമ്പിങ് മേടിച്ച് കുനുകുന അരിഞ്ഞ്, പക്ഷെ എൻ്റെ കൈ കത്തി കൊണ്ട് മുറിഞ്ഞ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഇക്ക ഓടി ഇങ്ങോട്ട് വരുന്നു, ഷർട്ടൊക്കെ അങ്ങോട്ട് വലിച്ചു കീറുന്നു. അതിൽ നിന്നൊരു തുണി എടുക്കുന്നു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടുന്നു. എവിടാ, മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു, ഇക്ക എൻ്റെ കൈ മുറിഞ്ഞെന്നു. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് പറയുക, ഒരു ഗ്ലാസ്സിനകത്തെ ഒരു ഇച്ചിരി വെള്ളം എടുത്ത് ഇച്ചിരി മുളക് കലക്കാൻ, എന്നിട്ട് ആ വിരലധികം മുക്കി വെയ്. ആദ്യം ഒന്ന് നീറും, പെട്ടെന്ന് അങ്ങ് ഉണങ്ങുമെന്ന്. പിന്നെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നത് നടന്നില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞല്ലോ. എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഞാൻ ഇക്കാലത്തങ്ങ് പറഞ്ഞു. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്നറിയത്തില്ല, ആ പ്രതീക്ഷ നടന്നില്ല. എന്നാൽ ഈ ഊട്ടി ട്രിപ്പ് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഫീൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഓടി അടുക്കളയിലോട്ടങ്ങ് ചെല്ലും, ഫ്രിഡ്ജ് വലിച്ചങ്ങ് തുറക്കും. അതിനകത്ത് മൊത്തം ഊട്ടി വെജിറ്റബിൾസ് ആണല്ലോ. ഇച്ചിരി നേരം ചേർന്നങ്ങ് നിൽക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഒരു തരിപ്പ്, ഒരു കുളിര്. പിന്നെ ആ ഡോർ അങ്ങോട്ട് അടയുന്നതോടുകൂടി എൻ്റെ ഊട്ടി ട്രിപ്പ് ഉടങ്ങ് തീരും കേട്ടോ. പിന്നെ ഈ ബാഹുബലി സിനിമ വന്നതിന് ശേഷം അതുപോലൊരു ഭർത്താവിന് ആരാ ആഗ്രഹിക്കാത്തത്? ഭാര്യയുടെ മുന്നിൽ പരിചയ കണക്ക് നിന്ന് അവളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവ്. നമുക്കും ഒരു ഭർത്താവുണ്ട്. കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടാലേ ഓടിച്ചെന്ന് ജനലിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കും. എന്നിട്ട് നമ്മളെ പിടിച്ച് പരിചയ കണക്ക് അവിടെ നിർത്തിയിട്ട് ഓടി അടുക്കള കഥ തുറക്കും. ഒരു കാലെടുത്ത് പുറത്തും ഒരു കാലകത്തും വെച്ച് മാരത്തോൺ ഓട്ടം ഓടാൻ പോകുന്ന മാതിരി ഒരു നിപ്പ. വന്നത് വല്ല വിരുവാരും ആയിരിക്കും. പിന്നെ നല്ല സ്നേഹമുള്ള ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. സ്നേഹം കൂടുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കും. എന്നിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ അങ്ങോട്ട് കറക്കി കട്ടിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് എറിയും. സിനിമയിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ദോഷം പറയരുതല്ലോ, എൻ്റെ കായും എന്നെ എടുത്ത് കറക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ മുടിക്കുത്തിന് പിടിച്ചാണെന്ന് മാത്രം. ഏതെങ്കിലും മതിലിൽ ചെന്നേ തല ഇടിച്ച് നിൽക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് കറക്കാൻ നിന്നെന്ന്. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ഭയങ്കര തലവേദനയായിരിക്കും. പിന്നെ ഒരു ദിവസം നല്ലൊരവസരം കിട്ടി. വീട്ടിലെങ്ങും ആരുമില്ല, ഇക്കായി ഞാനും മാത്രം. നല്ല സുന്ദരമായ കാലാവസ്ഥ, നല്ല മഴയും. അപ്പം എൻ്റെ മനസ്സിൽ ഇലക്ട്രിസിറ്റി ദേവത കടാക്ഷിച്ച പോലെ എന്തോ കറണ്ട് അങ്ങ് പോയി. ചുറ്റുമുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ പറയും കറണ്ട് പോയോണ്ടാണെന്ന്. അല്ല, റൊമാൻസ് ഇങ്ങനെ വർക്കൗട്ട് ആവുക. കാതിലാണെങ്കിൽ റൊമാൻസിൻ്റെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ ഒഴുകി നടക്കുന്നു. നല്ല ഇരുണ്ട വെളിച്ചം. ഒരു രാജകുമാരിയായിട്ട് ഞാനും ഒരു രാജകുമാരനായിട്ട് ഇക്കായും മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നേ കണ്ണും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം മെല്ലെ ഇക്ക വൈൻ ഗ്ലാസ് എടുത്ത് ഒന്ന് സിപ്പ് ചെയ്തിട്ട് ഒരു സിപ്പ് എനിക്കും തരുന്നു. അമ്മാടി, എനിക്ക് എന്നെ റൊമാൻസിൻ്റെ അങ്ങേ അറ്റമായിപ്പോയി. ഞാൻ ഈ മൂടോടുകൂടി മെല്ലെ ഇക്കാടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇക്ക നമുക്ക് ചോറുണ്ടാലേ? എനിക്ക് വിശക്കുന്നില്ല, കറണ്ട് വന്നിട്ട് നീ വേണമെങ്കിൽ തിന്നോളാം. ഞാൻ പറഞ്ഞു, അയ്യോ അതല്ലിക്ക, നമുക്കേ ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കണ്ണും നോക്കിയിരുന്ന് ചോറുണ്ടാലേ? ഇക്ക എൻ്റെ കണ്ണിലോട്ടൊരു നോട്ടം, നിനക്കെന്താ വട്ടാ? ഈ മെഴുകുതിരിയുടെ വെട്ടം കണ്ടിട്ട് വേണം വല്ല പ്രാണിയും പൂച്ചയും വന്നാൽ ചോറിനകത്ത് വിടാനൊന്നും. അതിമഹത്തായ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഇതിൽപ്പൊരു അവമാനം വേറെ എന്ത് വരാൻ. പിന്നെ ഒരു ദിവസം എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കേട്ടോ. ഞാൻ തറ ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഈ പുറകിനോട് വന്ന് എന്നെ പൂണ്ടടക്കം കെട്ടി അങ്ങ് പിടിച്ച്. അപ്പം ഞാനങ്ങ് നെട്ടിച്ചരിച്ച്. അപ്പം എൻ്റെ അടുത്തേക്ക് നീ എന്ത് ചെയ്യുവാന്ന് ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ എന്തോ ചെയ്യുക? ഞാൻ പറഞ്ഞു തുടച്ചുകൊണ്ട് നിൽക്കുന്നു. അതൊക്കെ പിന്നെ ചെയ്യാം, നീ അങ്ങ് വന്നേ. എനിക്ക് ഞാൻ
സ്വപ്നത്തിലെന്ന പോലെ ഞാൻ കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിർത്തി ഒന്ന് തഴുകി തലോടി. ഈ തലോടി ഇറങ്ങിപ്പോയ കയ്യിൽ 2 വളയെ 2 മോതിരം ഉണ്ടായിരുന്നെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇക്കറിയാ തറയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ തൂത്തു വരട്ടെ, ഇവിടെ വേറെ ആരെങ്കിലും വരുമെന്ന്. എങ്ങനെ ഇരിക്കുന്നു? പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ സ്നേഹം കിട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ എന്തോ ചെയ്ത് എൻ്റെ റൊമാൻസ് എല്ലാം കൂടെ എടുത്ത് ഈ ചാക്കിനകത്ത് ചുരുട്ടി കെട്ടി ഒരൊറ്റ ഇറങ്ങിരുന്നു. കാരണം എന്തുവാ, ഇനി ഒഴുക്കി കളയാൻ ഈ കാതി കിടക്കുന്ന പൊട്ടു കമ്പനി താലിമാല മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം വന്നിട്ട് എന്നെ മൂക്കി പിടിച്ച് പിടിക്കിടിക്കിടാന്ന് പറഞ്ഞൊരു കളിപ്പീര്. ഞാൻ പറഞ്ഞു പിടി ഇത് ഇമിറ്റേഷനാന്ന്. പിന്നെ രാവിലെ ഉറക്കം എണീക്കുന്ന ഉടനെ താലി എടുത്ത് കണ്ണി വെച്ചിട്ട് ഇക്കടെ കാല് വെട്ടു എഴുതും. അതെന്തിനാന്നല്ലേ, രാത്രി കിടന്നുറങ്ങിയ സമയത്ത് ഈ താലിമാല അടിച്ചു മാറ്റിയില്ലല്ലോ, അതിന്റെ നന്ദി സൂചകം കാണിക്കുന്നതാണ്. പിന്നെ സിനിമയിലൊക്കെ എന്ത് ഒരൊറ്റ പാട്ട് സീൻ മതി, നായകനും നായികയും കണ്ടുമുട്ടുന്നു, പ്രേമത്തിലാവുന്നു, നിശ്ചയം കഴിയുന്നു, കല്യാണം കഴിയുന്നു. പിന്നെ ആദ്യ രാത്രി ഒരു കട്ടില് ഭർത്താവും ഭാര്യയും ഇരിക്കുന്നു. മെല്ലെ ഭർത്താവ് കൈകൾ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിലോട്ട് തൊടുന്നു. നാണം കൊണ്ട് ഭാര്യ തല താഴ്ത്തുന്നു. ടക്കനെ കാണിക്കുന്ന മച്ചി കിടന്ന് സ്പീഡിൽ കറക്കുന്ന ഒരു ഫാനാ. പിന്നെ അതിമനോഹരമായ ഒരു ഫ്ലവർ വേഴ്സ് തറയെ വീണുടയുന്നു. പിന്നെ കാണിക്കുന്ന ഭിത്തിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന്റെ ഫോട്ടോ. പാട്ട് തീരുന്നതും ആ വീട്ടുമുറ്റത്ത് ഓടി കളിക്കുന്ന 2 കുഞ്ഞിക്കാല് കാണാൻ പറ്റും. 4 വർഷം ഉറക്കൊഴിഞ്ഞിരുന്ന് ഈ പാട്ട് കേൾക്കേണ്ടി വന്നു ഞങ്ങളെ വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞിക്കാല് ഓടി കിടക്കുന്നത് കാണാൻ. അപ്പൊ എനിക്കൊരു സംശയം, അന്ന് ആ ഫ്ലവർ വേഴ്സ് വീണുടയായത് കൊണ്ടാണോ ഇത്രയും താമസിച്ചത്? നന്ദി, നമസ്കാരം. നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ടിനിയേട്ടാ, എങ്ങനെയിരുന്നു പെർഫോമൻസ്? എനിക്ക് ആദ്യമായിട്ട് ആ ഇക്കനെ കാണാൻ കൊതിയാവാണ്. ഒരുപാട് ചിരിച്ചത് ടിനിയേട്ടനാണ് ഈ പെർഫോമൻസ്. അല്ല, അതൊരു കഥാപാത്രം തന്നെയാണ്. ഇപ്പോഴും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒരു പൊന്നാടി ഇട്ടിട്ട് സ്വീകരിക്കണം. നല്ല കോൺഫിഡന്റ് ആയിരുന്നു. എന്നാ ഓവർ ഡൂ ആയിട്ടില്ല, നല്ല രസമായിട്ട്. ഓക്കെ, നല്ല രസമായിരുന്നു. അതിനകത്ത് ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് ആത്യന്തികമായി കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സങ്കേതം അല്ലെങ്കിലും ആക്ടിങ്ങിന്റെ ഒരു സാധ്യതകളെ കൂടെ കുറച്ചുകൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ രസമായിരുന്നു. വേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള അളവിലൊരു അഭിനയം കൊടുക്കുക, അതിനൊരു ചിരി വരുത്തുക, അതിന്റെ എല്ലാ ഏരിയയിലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അത് മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരുടെ ചേച്ചിയെടുക്ക് 3 പ്രാവശ്യം ചോദിച്ചു ഈ പറഞ്ഞതൊക്കെ ഒറിജിനലാണ് അതോ നിങ്ങൾ സ്റ്റാൻഡപ്പിന് വേണ്ടി തയ്യാറാക്കിയതാണ്. 3 പ്രാവശ്യം ചോദിച്ചു ഗ്രൂപ്പിന്റെ വേണ്ടി ചെന്ന്. അല്ല, എന്താന്ന് പറഞ്ഞാൽ പ്രസന്റേഷന്റെ ആണ് അത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് തന്നെ തോന്നുന്നു. സത്യത്തിൽ അങ്ങനെയാണ്? അല്ലല്ല, അതാണ് സീരിയസ് ആയി സംഭവം. അവരുടെ ആവശ്യം. അപ്പൊ എന്താ മാർക്സ് അറിയാം? 100ലാണ് മാർക്സ്, 50 ഈച്ച്. അപ്പൊ ടിനിയേട്ടൻ പറയും ആദ്യം. 44 on 50. 44 out of 50. 43 out of 50. 43 out of 50. അപ്പോ ടോട്ടൽ 87 out of 100. അപ്പോ ഇന്നത്തെ മത്സരത്തിലെ ഹൈസ്റ്റ് സ്കോർ നേടിയിരിക്കുന്നത് ടീം പോഞ്ഞിക്കരയിൽ നിന്നും സജീനയാണ്. ടീം മണവാളിൽ നിന്നും സംഗീതേട്ടൻ 80 പോയിന്റ്സ്. നല്ല ഗംഭീര മത്സരമായിരുന്നു രണ്ടുപേരും തമ്മിൽ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഉഷാറാക്കി. വെരി ഗുഡ്. അപ്പോൾ മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരും. Until then, bye bye.